നമസ്കാരം. കാനഡ യു.എസിലേക്ക് നിരവധി വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നു. ധാതു ഇന്ധനങ്ങൾ, വാഹനങ്ങൾ, യന്ത്രങ്ങൾ എന്നിവയാണ് മുൻനിര വിഭാഗങ്ങൾ. ക്രൂഡ് പെട്രോളിയം, കാറുകൾ, പെട്രോളിയം വാതകം എന്നിവയാണ് പ്രധാന കയറ്റുമതികൾ. മറ്റ് പ്രധാന കയറ്റുമതികളിൽ മരവും മരത്തിൽ നിന്നുള്ള വസ്തുക്കളും, അലൂമിനിയം, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയും ഉൾപ്പെടുന്നു. ഇതിനൊക്കെ ഇനി ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ച താരിഫിനുമപ്പുറം അധിക താരിഫ് നൽകണം, 35%. എന്നാൽ യു.എസ് കാനഡയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന, യു.എസിൽ നിന്നും കാനഡ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളെ തുടരുതെന്നാണ് ട്രംപിന്റെ ഉഗ്രശാസന. ഞങ്ങൾ നികുതി ഇഷ്ടം പോലെ കൂട്ടും, നിങ്ങൾ അതിന് വഴങ്ങണം. നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്ന ഉൽപ്പന്നങ്ങൾ അതിന് നികുതി ചുമത്തരുത് എന്നാണ് ട്രംപിന്റെ പുതിയ കൽപ്പന. യു.എസിൽ നിന്നും കാനഡ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നു. പ്രധാനപ്പെട്ട ഇറക്കുമതിയിൽ യന്ത്രങ്ങൾ, എണ്ണ ഉൾപ്പെടെ ധാതു ഇന്ധനങ്ങൾ, വാഹനങ്ങളും യന്ത്രഭാഗങ്ങളും, ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, പ്ലാസ്റ്റിക്കുകൾ, ജൈവരാസവസ്തുക്കൾ എന്നിവ ഉൾപ്പെടുന്നു. വിലയേറിയ കല്ലുകളും ലോഹങ്ങളും, ഇരുമ്പ്, ഉരുക്ക്, ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ എന്നിവയാണ് മറ്റ് പ്രധാന ഇറക്കുമതികൾ. ഇവയെ ഒന്നും തുടരുതെന്നാണ് ട്രംപിന്റെ കൽപ്പന. ഒരു തരത്തിലും ഒരു ശക്തിയും തനിക്കുമേൽ വളരരുത് എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ട്രംപ്. യുദ്ധക്കൊതിയനും ഭ്രാന്തൻ തീരുമാനങ്ങളുടെ മൊത്തക്കച്ചവടക്കാരനുമായ ട്രംപിനെ ഭയക്കാതെ പല രാജ്യങ്ങൾക്കും നിലനിൽപ്പില്ല എന്ന സ്ഥിതിവിശേഷമാണ് വന്നുപെട്ടിരിക്കുന്നത്. ഇന്ത്യക്കുമേലും ട്രംപ് ബ്രിക്സ് രാജ്യങ്ങളുടെ പട്ടികയിലുള്ളതിനാൽ കഴിഞ്ഞ ദിവസം താരിഫ് ഉയർത്തുമെന്നുള്ള അവസാനവട്ട ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ട്രംപിന്റെ ഭ്രാന്തൻ നയങ്ങളുടെയും തീരുമാനങ്ങളുടെയും വക്താക്കളായി കയ്യും കെട്ടി എന്തു ചെയ്താലും നോക്കിയിരിക്കേണ്ട ഗതികേടിലേക്ക് ലോകരാഷ്ട്രങ്ങൾ കൂപ്പുകുത്തും. വീണ്ടും ഒരു ഹിറ്റ്ലറിന്റെ ഉദയമാണോ ട്രംപിലൂടെ നടക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ട്രംപിന്റെ പ്രതികാര നടപടിയുടെ പട്ടിക അവസാനിക്കുന്നില്ല. തന്നെ എതിർക്കുന്നവരെ മറ്റൊന്നും നോക്കാതെ എന്തു വില കൊടുത്തും ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് സ്വന്തം ചൊൽപ്പടിക്ക് കൊണ്ടുവരാനുള്ള തീരുമാനത്തിൽ ഉറച്ചു തന്നെയാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത്. അടുത്തിടെയായി പല രാജ്യങ്ങൾക്കുമേലും അമിത താരിഫ് ചുമത്തി ട്രംപിന്റെ തോന്നിവാസങ്ങൾക്കെതിരെ സംസാരിക്കാനുള്ള ശ്രമം പോലും ട്രംപ് തടഞ്ഞിരുന്നു. അതിനു പിന്നാലെ ഇപ്പോൾ ട്രംപിന്റെ പ്രതികാര നടപടിയുടെ ഭാരം ചുമക്കാൻ പോകുന്നത് കാനഡയാണ്. പകരച്ചുങ്കത്തിൽ പുതിയ പ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിട്ടുണ്ട്. സഖ്യകക്ഷിയായ കാനഡയ്ക്ക് അയച്ച കത്തിലാണ് ട്രംപിന്റെ ഈ മുന്നറിയിപ്പുള്ളത്. ഓഗസ്റ്റ് 1 മുതൽ കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 35% തീരുവ ചുമത്തുമെന്നാണ് ട്രംപ് അറിയിച്ചത്. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയെ അഭിസംബോധന ചെയ്ത കത്തിലാണ് തീരുമാനം അറിയിച്ചിരിക്കുന്നത്. പുതിയ പകരത്തീരുവ സംബന്ധിച്ച് 20-ലധികം രാജ്യങ്ങൾക്ക് ട്രംപ് കത്തുകൾ അയച്ചിരുന്നു. ഈ പരമ്പരയിലെ ഏറ്റവും പുതിയതാണ് കാനഡയ്ക്കുള്ള കത്ത്. കാനഡയുമായുള്ള വ്യാപാര ബന്ധം അമേരിക്ക തുടരുമെന്നും പുതുക്കിയ നിബന്ധനകൾക്ക് വിധേയമായിരിക്കും ഇനിയുള്ള വ്യാപാര നടപടികളെന്നും ട്രംപ് അറിയിച്ചു. അമേരിക്കയുമായി സഹകരിക്കുന്നതിന് പകരം കാനഡ സ്വന്തം താരിഫുകൾ ഉപയോഗിച്ച് പ്രതികാരം ചെയ്തു. കാനഡ അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ താരിഫ് ഉയർത്തിയാൽ നിലവിലുള്ള 35% താരിഫ് വർദ്ധിപ്പിച്ചുകൊണ്ട് അമേരിക്ക വീണ്ടും പ്രതികരിക്കുമെന്ന് ട്രംപ് തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ മുന്നറിയിപ്പ് നൽകി. ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ അമേരിക്കയുടെ സഖ്യകക്ഷികൾ ഉൾപ്പെടെ 1-ലധികം രാജ്യങ്ങൾക്ക് പുതിയ താരിഫ് ചുമത്തി ട്രംപ് വ്യാപാര യുദ്ധം രൂക്ഷമാക്കിയിരുന്നു. അതിന് ഏറ്റവും ഒടുവിലാണ് കാനഡയ്ക്കുമേലുള്ള 35% തീരുവ പ്രഖ്യാപനം. ചർച്ചകൾക്ക് കൂടുതൽ സമയം അനുവദിക്കുന്നതിനായാണ് ട്രംപ് വ്യാപാര പങ്കാളികൾക്കുള്ള താരിഫ് സമയപരിധി ഓഗസ്റ്റ് 1 വരെ നീട്ടിയിരിക്കുന്നത്. മാരകശേഷിയുള്ള ഫെന്റനിൻ എന്ന മയക്കുമരുന്ന് അനിയന്ത്രിതമായി അമേരിക്കയിലേക്ക് ഒഴുകുന്നത് തടയുന്നതിൽ കാനഡ പരാജയപ്പെട്ടതായി ആരോപിച്ചാണ് കാനഡയ്ക്കുമേലും പകരത്തീരുവ ചുമത്തിയിരിക്കുന്നത്. കടുത്ത വേദന അനുഭവിക്കുന്ന ക്യാൻസർ രോഗികൾക്ക് വേദന സംഹാരിയായി നൽകുന്ന മരുന്നാണ് ഫെന്റനിൻ. ഹെറോയിനേക്കാൾ 50 മടങ്ങ് വീര്യമുള്ളതാണ് ഈ മരുന്ന്. എന്നാൽ ആരോഗ്യരംഗത്ത് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇത് ലഹരി ആവശ്യത്തിനായാണ് വ്യാപകമായി ഉപയോഗിക്കുന്നത്. കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾ വഴിയാണ് അമേരിക്കയിലേക്ക് ലഹരി മരുന്ന് എത്തുന്നതെന്നാണ് ട്രംപ് ആരോപിക്കുന്നത്. ഇതിന്റെ പേരിലാണ് കാനഡയുമായുള്ള വ്യാപാര യുദ്ധം. ആയിരക്കണക്കിന് അമേരിക്കക്കാരുടെ ജീവൻ അപഹരിച്ച ഒരു സിന്തറ്റിക് ഒപ്പിയോയിഡാണ് ഫെന്റനിൻ. അമേരിക്കയിൽ ഏറ്റവും അപകടകരമായ ലഹരി മരുന്നുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ടതുമാണിത്.